ഹായ്, നമസ്കാരം. ഞാൻ റിജിയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇരിട്ടിയിൽ തന്തോട് അളപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ വരാനുള്ള കാരണം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രജിത മാഡത്തിൻ്റെ വീട്ടിലാണുള്ളത്. ഇദ്ദേഹം ഒരുപാട് കാലം അവരുടെ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം പരിപൂർണ്ണ റിസൾട്ട് കിട്ടിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച സമയത്ത് ഒരു വലിയ, അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കി ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് പരിപൂർണമായിട്ടും തിരിച്ചു വരാൻ ഒരു ചെറിയൊരു നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെൻ്റ് ഉപയോഗിച്ച് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമസ്കാരം രജിത മാഡം. ഞാനിപ്പോൾ വന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് നമ്മുടെ ജനങ്ങളുമായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായിരുന്നു നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ട് എന്ന് വ്യക്തമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. ആദ്യം പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു, ശരീരം മൊത്തം ഒരു തളർച്ചയോ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ മനസ്സാകുമ്പോൾ എത്രാമത്തെ വയസ്സിലായിരുന്നു? 35-ാമത്തെ വയസ്സിലായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ ഇരിട്ടിയിൽ അമലയിൽ കൊണ്ടേ കാണിച്ച് അങ്ങനെ ഡോക്ടർ മരുന്ന് തന്നു. അപ്പോൾ അന്നേരമെല്ലാം കുറഞ്ഞ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അണ്ടാശയത്തിലടക്കം മുഴയുണ്ടെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യം കണ്ണൂർ മെഡിക്കൽ കാണിച്ചത്. അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇവിടുന്ന് ആവില്ല, പിന്നെ നല്ല അണ്ടാശയത്തിലടക്കം മുഴയുന്നതുകൊണ്ട് വലിയ സർജൻ വേണം, അതുകൊണ്ട് ഓവർ ബ്ലീഡിങ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, കോഴിക്കോടേക്ക് നമ്മുടെ എഴുത്തരം കോഴിക്കോട് പോയിട്ട് അവിടുന്ന് ഡോക്ടർ കാണിച്ചു തരാൻ പറഞ്ഞു. പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളവിടെ വയറ്റിലൊരു ഇൻഫെക്ഷൻ ആയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവരിങ്ങനെ സ്കാനിങ് ചെയ്താലും അതിൻ്റെ അകത്ത് ഇങ്ങനെ കൂടുതൽ അണ്ടാശയത്തിലടക്കം മുഴയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ്റെ ദിവസം വരെ കുറിച്ചിട്ട് അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് പിന്നെ ഡോക്ടർ അടുത്ത് പ്രൊഫസർ ഉണ്ട്, പിന്നെ രജനി എന്നവരുടെ ഡോക്ടർ പേര്. അപ്പോൾ ആ ഡോക്ടർ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ഡോക്ടർ പിന്നെ നോക്കി സ്കാനിങ് ചെയ്യാൻ പറഞ്ഞ് സ്കാനിങ് ചെയ്ത്. അപ്പോൾ ഡോക്ടർ അത് 1 മാസം നീ ഗുളിക കുടിക്കണം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് 15 ദിവസം ഞാൻ അവിടെ കിടക്കേണ്ടി വന്നു. അപ്പോൾ ആടുന്ന് ഇങ്ങ് വന്നതിന് ശേഷം എൻ്റെ ആങ്ങളെ തന്നെ രജീഷ് പിന്നെ മോണിക്കാരിൽ വർക്ക് ചെയ്യുന്നതിന് നേരം. അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഡിഡോക്സിൻ്റെ ഗുളിക കഴിച്ച് പിന്നെ അശ്വഗന്ധൻ്റെ പിന്നെ അശ്വഗന്ധിയും ഡീടോക്സുമാണ് കഴിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഇത് പരിപൂർണമായിട്ട് മാറുമെന്ന് വിചാരിച്ചിട്ടാണോ കഴിച്ചത്, അല്ലെങ്കിൽ ഏട്ടൻ പറഞ്ഞിട്ട് അന്നേരം പിന്നെ ഓനങ്ങനെ ഒരു ആത്മവിശ്വാസം തന്നെനിക്ക് ഇങ്ങനെ കുറയൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിന്നെ കഴിച്ചു നോക്കിയതാണ്. അങ്ങനെ കുറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ നോനി ജ്യൂസ് എന്ന് പറഞ്ഞൊരു എത്ര മാസം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതിനുശേഷം ബ്ലീഡിംഗ് ഒക്കെ നിന്ന് പിന്നെ എന്നിട്ട് ഞാൻ 1 മാസത്തിന് ശേഷം വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി. അത് ഡോക്ടറെ പിന്നെ പറഞ്ഞ പ്രകാരം ഞാൻ സ്കാനിങ് ചെയ്താലും പിന്നെ മുഴയുന്നുണ്ട്. മുഴ ചെറുതായിട്ട് ഇങ്ങനെ തീരെ ചെറുതായിട്ട് മാറിയെന്നല്ലോ. പിന്നെ ആണെന്ന് ഡോക്ടർ പറഞ്ഞ് ഇനിയൊന്നും പേടിക്കണ്ട, 6 മാസം കൂടുമ്പോൾ പക്ഷേങ്കിലും ഈ സ്കാനിങ് ചെയ്യണം, സ്കാനിങ് ചെയ്ത് നോക്കണം. ഏകദേശം അത് കഴിഞ്ഞ് എത്ര വർഷമായി? അതിനുശേഷം 1 വർഷമായി. 1 വർഷത്തിന് ശേഷം ഞാൻ ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും വയറുവേദന കൊണ്ട് ഇങ്ങനെ കിടന്ന് ഇതാകുന്ന ഞാൻ വയറുവേദനയും ഇല്ല, ബ്ലീഡിങ്ങും ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്നിട്ട് ഇപ്പൊ സ്കാനിങ് ചെയ്തിട്ട് 5 മാസം കഴിഞ്ഞു. അപ്പൊ ആ സ്കാനിങ്ങിനും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരുപാട് ആരോഗ്യ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ എന്തായാലും ഇത് നല്ല വിശ്വാസമുണ്ട് അല്ലേ? അപ്പം നമസ്കാരം. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അനുഭവമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്ന പ്രശ്നമാണ് ഓവർ ബ്ലീഡിങ്ങും കാര്യങ്ങളും. വീണ്ടും അത് യൂട്രസിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊരു അണ്ടാശയത്തിൽ വലിയ മുഴകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ
ഈ ഒരു മെഡിസിൻ കഴിച്ചിട്ട് സ്ത്രീകൾ ഇതുപോലെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു ജസ്റ്റ് ഒരു മാസമെങ്കിലും ഇത്തരം ആളുകൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ പ്രകൃതി തരുന്ന കുറച്ച് ഔഷധ ചെടികളുടെ സപ്ലിമെന്റ് ഉപയോഗിച്ചാൽ നമുക്ക് പരിപൂർണമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആളുകൾ വരുന്നതേ ഉള്ളൂ. അശ്വഗന്ധ പോലുള്ള നമ്മുടെ ചെടികൾക്ക് ഇത്രയും പ്രാധാന്യമുള്ള കാര്യം ഇന്ന് ആളുകൾ തിരിച്ച് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഇനിയിപ്പോൾ ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എങ്കിലും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം ഇത്തരത്തിലുള്ള സപ്ലിമെന്റ് ഉപയോഗിച്ചിട്ട്, കാരണം യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത പ്രകൃതി തരുന്ന നിധിയാണ്, അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ജീവിതം ഹാപ്പി ആവുക. കാരണം നമ്മുടെ ഒരു അവയവം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. അത് സേഫ് ആക്കേണ്ട കാര്യം ഓരോ വീട്ടമ്മമാരുടെയും കാര്യമാണ്. അപ്പോൾ ഒരു നല്ല വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തതിൽ സന്തോഷം തോന്നുന്നു.